വല്ലാഹി ഇന്ന ലഹു ലഹലാവ, അല്ലാഹുവിനെ തന്നെ സത്യം, ഈ ഗ്രന്ഥത്തിന് വല്ലാത്തൊരു മാധുര്യമുണ്ട് കേട്ടോ. വ ഇന്ന അലൈഹി ലത്വലാവ, ഈ ഗ്രന്ഥത്തിന് വല്ലാത്തൊരു ശോഭയുണ്ട് കേട്ടോ. വ ഇന്ന അഅലാഹു ലമുസ്മിറുൻ വ ഇന്ന അസ്ഫലഹു ലമുഗ്ദിഖുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ ആ സന്ദർഭത്തിൽ മുത്തുനബി തങ്ങൾ വല്ലാതെ വിഷമിച്ചുകൊണ്ട് നിൽക്കുന്ന സന്ദർഭമാണ്. വല്ലാതെ വിഷമിച്ചു നിൽക്കാൻ, സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോവേണ്ടി വരാൻ. അള്ളാഹുവിന്റെ റസൂൽ വിഷമിച്ചിരുന്നപ്പോൾ ആശ്വസിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ചില വചനങ്ങളുണ്ട്. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മആദ്. ഓ ഹബീബായ നബിയേ, ഈ വിശുദ്ധമായ ഖുർആൻ അങ്ങേക്കിറക്കി തന്ന അല്ലാഹുവാണ് പറയുന്നത്. ലറാദുക ഇലാ മആദ്, തീർച്ചയായിട്ടും അങ്ങയെ അങ്ങയുടെ ജന്മദേശമായ മക്കയിലേക്ക് മടക്കുക തന്നെ ചെയ്യും നബിയേ. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നു. മടക്കിയില്ലേ അല്ലാഹു തആല മക്കം ഫതഹിലൂടെ? പരിശുദ്ധമായൊരു റമളാനിന്റെ 20 അന്ന് ഹിജറ 8-ാം വർഷം മക്കം ഫതഹിലൂടെ ഒരു തുള്ളി രക്തം പോലും ചിന്താതെ മക്കയിലേക്ക് ഹബീബായ മുത്തുനബി തങ്ങളും അവിടുത്തെ അനുയായികളും കടന്നു വന്നത് ചരിത്രത്തിലൂടെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كنت تتلو من قبله من كتاب ولا تخطه بيمينك إذا لارتاب المبطلون بل هو آيات بينات في صدور الذين أوتوا العلم وما يجحد بآياتنا إلا الظالمون. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ വെള്ളിയാഴ്ചയിലെ നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ പടച്ച റബ്ബ് മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. ശിഷ്ടജീവിതം പൂർണ്ണമായി ആ റബ്ബിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ചെലവഴിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർ, ഈ പള്ളിയുടെ പരിസരങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ എല്ലാവർക്കും പടച്ച റബ്ബ് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
ധാരാളം പ്രത്യേകതകൾ നമ്മൾ വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട സുപ്രധാനമായ ഒരു പ്രത്യേകതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മിയായ റസൂലായിരുന്നു എന്നത്. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ അറാഫ് 157 ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാലോകർക്ക് പരിചയപ്പെടുത്തിയത് അൻ-നബിയുൽ ഉമ്മിയ് എന്ന പേരിലാണ്. ഉമ്മിയ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എഴുത്തും വായനയുമൊന്നും പഠിച്ചിട്ടില്ലാത്ത വ്യക്തി എന്നതാണ്. ഒരു ഗുരുവിൻ്റെ മുന്നിൽ, ഒരു അധ്യാപകന്റെ മുന്നിൽ ചെന്നിരുന്ന് എഴുത്തോ വായനയോ അഭ്യസിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഉമ്മിയ് എന്ന പദത്തിൻ്റെ അർത്ഥം മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പത്തിൽ ഈ രൂപത്തിൽ വ്യവസ്ഥാപിതമായി എഴുത്തോ വായനയോ പഠിച്ചിട്ടില്ല എന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കുറവ് അല്ല. നമ്മിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ നമുക്ക് എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കതൊരു ന്യൂനതയാണ്, ഒരു കുറവാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതൊരു കുറവല്ല, മറിച്ച് മഹത്വമായിട്ടാണ് അല്ലാഹു തആല അതിനെ പരിചയപ്പെടുത്തിയത്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചൊരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യതീമായി വളർന്നു വന്ന ആളാണ്. ആ യതീമായി വളർന്നു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പരിസരങ്ങളിൽ ധാരാളം അരാജകത്വങ്ങൾ കൊടികുത്തി വാഴുമ്പോഴും അധാർമിക പ്രവർത്തനങ്ങളുടെ വിളനിലമായി തൻ്റെ പരിസരം മാറിയപ്പോഴും തിന്മകളിലേക്ക് യാതൊരു മടിയുമില്ലാതെ ജനങ്ങൾ ചെന്നു ചാടുന്ന സാഹചര്യം ആ കാലഘട്ടത്തിലുണ്ടായിട്ടും യതീമായി വളർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വഴികേടുകളിലേക്കൊന്നും പോകാതെ, തെറ്റുകളിലേക്ക് വ്യതിചലിക്കാതെ നന്മയുടെ പാതയിൽ അടിയുറച്ചു നിന്നത് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ അല്ലാഹു തആല നബി തങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഉമ്മിയ് എന്ന നിലക്കാണ്, അക്ഷരം അഭ്യസിച്ചിട്ടില്ലാത്ത ആൾ എന്ന നിലക്കാണ്. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മിയ് എന്ന് പരിചയപ്പെടുത്തുന്നതിൻ്റെ പിന്നിലും അള്ളാഹുവിന് ചില വ്യക്തമായ അജണ്ടകളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, മുൻകഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങൾ, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ പോലെയുള്ള വേദഗ്രന്ഥങ്ങളിലൊക്കെ വരാനിരിക്കുന്ന അന്ത്യപ്രവാചകനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു പരിചയപ്പെടുത്തിയത് ഉമ്മിയായ നബി എന്ന നിലക്കാണ്. അത് പൂർത്തീകരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ രൂപത്തിലാണ് അള്ളാഹു തആല സംവിധാനിച്ചിട്ടുള്ളത്. വിശുദ്ധമായ ഖുർആനിൽ തന്നെ അള്ളാഹു അത് പറയുന്നുണ്ട്. അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മിയൽ ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത് തൗറാത്തി വൽ ഇൻജീൽ എന്ന് വിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് അഅറാഫിലൂടെ അള്ളാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. തൗറാത്തിലും ഇൻജീലിലുമൊക്കെ എഴുതി ചേർക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണം അതാണ് അൽ ഉമ്മിയ് എന്ന വിശേഷണം. മറ്റൊന്ന്, തികച്ചും ഉമ്മിയായ ഒരാൾ ഖുർആൻ പോലെ മഹത്വമേറിയ ഒരു ഗ്രന്ഥത്തെ കൊണ്ടുവരുമ്പോൾ അത് മുഅ്ജിസത്തല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ജനങ്ങൾക്ക് ഉറപ്പാക്കാനുള്ള ഒരു വഴിയായിരുന്നു നബി തങ്ങളെ ഉമ്മിയാക്കുക എന്നത്. അറബി സമൂഹത്തെ, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തെ സമൂഹത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ വലിയ സാഹിത്യ സാമ്രാട്ടുകളാണ്. പരസ്പരം സംസാരിക്കുന്നത് പോലും നല്ല മനോഹരമായ പ്രാസമൊത്ത കവിതകളെ കൊണ്ടായിരുന്ന ആളുകൾ. എത്ര മനോഹരമായി കവിതകൾ കൊണ്ട് പരസ്പരം സംസാരിക്കാൻ അറിയുന്നവർ, സാഹിത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ തലങ്ങളെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയവർ, അതായിരുന്നു അക്കാലത്തെ സമൂഹം.
ആ സമൂഹത്തേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അക്ഷരാഭ്യാസമുള്ള, കൃത്യമായ സാഹിത്യ നിപുണതയുള്ള, എല്ലാ നിലക്കും ആളുകൾക്ക് അംഗീകൃതമാകുന്ന സാഹിത്യ രംഗത്ത് കഴിവുള്ള ഒരാളായിട്ടാണ് അല്ലാഹു തആല വളർത്തിയെടുത്തതെങ്കിൽ വിശുദ്ധമായ ഖുർആൻ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾ പറയും, ഇതൊക്കെ ആർക്കുണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഈ സാഹിത്യത്തിൽ കഴിവുള്ള, അത്തരം വിഷയങ്ങളിൽ നല്ല ഗ്രാഹ്യമുള്ള ഏതൊരാൾക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, അത് തന്നെയാണ് മുഹമ്മദ് ഉണ്ടാക്കിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ ഒരവസരം ശത്രുക്കൾക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മിയാക്കുന്നതിലൂടെ അല്ലാഹു തആല ലക്ഷ്യമിട്ടത് വമാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക് ഇദൽ ലർതാബൽ മുബ്തിലൂൻ. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറയാണ്, വമാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ്. നബിയേ, മുമ്പ് തങ്ങൾ ഒരു ഗ്രന്ഥവും ഒരു ലേഖനങ്ങളും ഒരു ഗ്രന്ഥങ്ങളും പാരായണം ചെയ്ത ആളായിരുന്നില്ല. വലാ തഖുത്തുഹു ബിയമീനിക്, അവിടുത്തെ കൈകൊണ്ട് ഒന്നും എഴുതുന്ന ആളുമായിരുന്നില്ല. ഇദല്ലർതാബൽ മുബ്തിലൂൻ, അങ്ങനെ വായിക്കാൻ അറിയുന്ന, എഴുതാൻ അറിയുന്ന ആളായിരുന്നു താങ്കളെങ്കിൽ ലർതാബൽ മുബ്തിലൂൻ, ഈ ബാത്തിലിന്റെ കക്ഷികളൊക്കെ സംശയിക്കുമായിരുന്നു, ശത്രുക്കൾ സംശയിക്കുമായിരുന്നു. അതേസമയം ബൽ ഹുവ ആയാതും ബയ്യിനാതും ഫീ സുദൂരില്ലദീന ഊതുൽ ഇൽമ വമാ യജ്ഹദു ബിആയാതിനാ ഇല്ലല്ലാലിമൂൻ. അതേസമയം ഈ വിശുദ്ധമായ ഖുർആൻ ഹുവ ആയാതും ബയ്യിനാതുൻ ഫീ സുദൂരില്ലദീന ഊതുൽ ഇൽമ, അല്ലാഹു തആല ഇൽമു നൽകിയ, മുമ്പ് വേദഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ അറിവ് പകർന്നു നൽകിയ ആളുകളുടെ ഹൃദയങ്ങളിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് വിശുദ്ധ ഖുർആൻ. വമാ യജ്ഹദു ബിആയാതിനാ ഇല്ലല്ലാലിമൂൻ, എൻ്റെ ഈ മനോഹരമായ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവർ അക്രമികളല്ലാതെ മറ്റാരുമല്ല എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മിയാക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ മറ്റൊരു ലക്ഷ്യം, ഒരു ഉമ്മിയായ മനുഷ്യന്, അക്ഷരാഭ്യാസം നേടാത്തൊരു മനുഷ്യന് ഇങ്ങനത്തെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ഏതൊരാൾക്കും മനസ്സിലാവണം. അതിനു വേണ്ടിയിട്ട് അല്ലാഹു തആല നബി തങ്ങളെ ഉമ്മിയാക്കി. ആലോചിച്ച് നോക്കണം, അക്കാലത്ത് വലിയ സാഹിത്യ സാമ്രാട്ടുകൾ ജീവിച്ചിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. വിശുദ്ധമായ ഖുർആനിന്റെ മനോഹരമായ ആശയം പരിശോധിക്കുന്ന ഏതൊരാൾക്കും ഇതൊരു മനുഷ്യനെ കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുന്നുണ്ട്. ശത്രുക്കൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, ഇത് നിങ്ങൾ എവിടെന്നോ തപ്പിയെടുത്തു കൊണ്ടുവന്ന എന്തോ ഒരു സംഗതി എന്നതിനപ്പുറം, നിങ്ങൾ ഉണ്ടാക്കിയ ഒരു വാചകങ്ങൾ എന്നതിനപ്പുറം ഇതിന് വേറെ മഹത്വമൊന്നും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല എന്ന് ശത്രുക്കൾ പറഞ്ഞു. ആ സമയത്താണ് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല വെല്ലുവിളി നടത്തുന്നത്. വ ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ വെല്ലുവിളി നടത്തി. ഈ ഗ്രന്ഥത്തിൽ, ഈ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊത്തതൊന്ന് നിങ്ങൾ കൊണ്ടുവാ, നിങ്ങളൊന്നുണ്ടാക്ക് എന്ന് അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിലൂടെ വെല്ലുവിളി നടത്തുകയാണ്. ആ സമയത്ത് എല്ലാവരും, അക്കാലത്തെ സാഹിത്യ സാമ്രാട്ടുകളായ ശത്രുക്കൾ മുഴുവനും ഒരുമിച്ചുകൂടി, എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് വലീദ് ഇബ്നു മുഗീറയെ ഏൽപ്പിക്കുകയാണ്, നിങ്ങൾ ഈ ഖുർആനിന് പകരമായ, മുഹമ്മദ് കൊണ്ടുവന്ന ഈ വചനങ്ങൾക്ക് പകരമായ വചനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം, നിങ്ങളെ ഞങ്ങൾ അതിനെ ഏൽപ്പിക്കുകയാണ്. വലീദ് ഇബ്നു മുഗീറ ഇതിനു വേണ്ടിയിട്ടൊരു പുതിയ ഖുർആൻ പോലത്തെ പുതിയ വചനങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിന്റെ മുന്നിൽ പോയിരിക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അദ്ദേഹം കേൾക്കുന്നു. അതിങ്ങനെ കേട്ടുകൊണ്ടിരുന്നതിന് ശേഷം അവസാനം അദ്ദേഹം പറഞ്ഞ ചില വചനങ്ങളുണ്ട്. വല്ലാഹി ഇന്ന ലഹു ലഹിലാവ ലഹലാവ.
വല്ലാഹി ഇന്ന ലഹു ലഹലാവാ, അല്ലാഹുവിനെ തന്നെ സത്യം, ഈ ഗ്രന്ഥത്തിന് വല്ലാത്തൊരു മാധുര്യമുണ്ട് കേട്ടോ. വ ഇന്ന അലൈഹി ലത്വലാവാ, ഈ ഗ്രന്ഥത്തിന് വല്ലാത്തൊരു ശോഭയുണ്ട് കേട്ടോ. വ ഇന്ന അഅലാഹു ലമുസ്മിറുൻ വ ഇന്ന അസ്ഫലഹു ലമുഗ്ദിഖുൻ. വലീദ് ഇബ്നു മുഗീറ പറയുകയാണ്, ഇതിന്റെ മുകൾ ഭാഗം നല്ല മനോഹരമായ ഫലങ്ങൾ കാച്ചുകിടക്കുന്ന ഫലഭൂയിഷ്ടമായ സംഗതികളാണ് അതിലുള്ളത്. ഏറ്റവും മനോഹരമായ ഫലങ്ങളാണ് ആ ഖുർആൻ പകർന്നു നൽകുന്നത്. അതുപോലെ വ ഇന്ന അസ്ഫലഹു, ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പരിശോധിച്ചാലോ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാലോ ലമുഗ്ദിഖുൻ, അത് ജലസാന്ദ്രതയുള്ള മനോഹരമായ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും മനോഹരമായ പ്രതലമാണ്. വമാ യഖൂലു ഹാദാ ബശർ. വലീദ് ഇബ്നു മുഗീറ വിശുദ്ധ ഖുർആനിന് എതിരായിട്ടൊരു വചനം കൊണ്ടുവരാൻ ശത്രുക്കൾ ഏൽപ്പിച്ച വലീദ് ഇബ്നു മുഗീറ തന്നെ അവസാനം സാക്ഷ്യപ്പെടുത്താൻ വമാ യഖൂലു ഹാദാ ബശർ, ഇതൊരു മനുഷ്യൻ പറഞ്ഞ സംഗതിയൊന്നുമല്ല, ഒരു മനുഷ്യനെ കൊണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടാക്കാൻ കഴിയൂല എന്ന് വലീദ് ഇബ്നു മുഗീറ പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ പറഞ്ഞിട്ടും രസമല്ല, ഇതൊക്കെ പറഞ്ഞിട്ടും വലീദ് ഇബ്നു മുഗീറ അംഗീകരിച്ചില്ല. അയാൾ വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അതിന് അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം. അള്ളാഹുവിൻ്റെ ഹിദായത്ത് എന്ന് പറയുന്നത് വലിയൊരു തൗഫീഖാണ്. അല്ലാഹു തആല ആ ഹിദായത്ത് നമുക്കൊക്കെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ ആശയതലം പരിശോധിച്ചാൽ നമുക്ക് അതിസൂക്ഷ്മമായ ഒരുപാട് വൈജ്ഞാനിക രഹസ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കാലത്തും ഒരാൾക്കും, ഒരു ഉമ്മിയായ ഒരാൾക്ക് ഒരു കാലത്തും പറയാൻ കഴിയാത്തത്ര മനോഹരമായ രഹസ്യങ്ങൾ അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് നമുക്കറിയാം വലിയൊരു ജലപ്രളയമുണ്ടായി. തൂഫാൻ എന്നറിയപ്പെടുന്ന വലിയൊരു ജലപ്രളയം. മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാം ആ സമയത്ത് വലിയൊരു കപ്പൽ അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ച് അതിലേക്ക് വിശ്വാസികളെയൊക്കെ കയറ്റിയിട്ട് ആ കപ്പൽ ദിവസങ്ങളോളം ആ പ്രളയത്തിലൂടെ ഒഴുകി നടന്നത് നമ്മൾ വിശുദ്ധമായ ഖുർആനിൽ നിന്ന് വായിച്ചിട്ടുണ്ട്, ധാരാളം കേട്ടിട്ടുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ആ പ്രളയകാലത്ത് ആ കപ്പൽ നങ്കൂരമിട്ട സ്ഥലം വസ്തവത് അലൽ ജൂദി എന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്തു ഹൂദിലൂടെ കൃത്യമായി ആ പർവ്വതത്തിന്റെ പേരടക്കം പറയാണ്. ആലോചിച്ചു നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പ്രത്യേകിച്ച് ഉമ്മിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, അല്ലെങ്കിൽ ഉമ്മിയായ ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇത്ര കൃത്യമായി ആ പർവ്വതത്തിന്റെ പേരടക്കം എടുത്തു പറയാൻ കഴിയുക? കഴിഞ്ഞുപോയ ഒരൊറ്റ വേദഗ്രന്ഥങ്ങളിൽ പോലും അതിന്റെ പേര് കൃത്യമായി പരാമർശിക്കപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയ മുഅ്ജിസത്താകുന്ന വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ മുഅ്ജിസത്തിനെ ഒന്നുകൂടി സ്ഥിരപ്പെടുത്താൻ, അതിന്റെ പ്രാമാണികതയെ ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ഉമ്മിയായിട്ട് ലോകത്തേക്ക് പറഞ്ഞയച്ചത്. അതുപോലെ തന്നെ ഖുർആൻ ശരീഫ് നടത്തിയ ധാരാളം പ്രവചനങ്ങളുണ്ട്. ആ പ്രവചനങ്ങളൊക്കെ പിൽക്കാലത്ത് സത്യമായ ചരിത്രങ്ങളുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിദ്ഇ സിനീന ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദു വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല നടത്തിയ പ്രവചനമാണ്. സൂറത്തുർ റൂമിൽ നമുക്ക് ഈ വചനങ്ങൾ കാണാം. അല്ലാഹു പറഞ്ഞു, റോമാ സാമ്രാജ്യം ഗുലിബത്തിർ റൂം, റോമാക്കാര് തോറ്റമ്പിപ്പോയി, പരാജയപ്പെട്ടു പോയി. പക്ഷേ ആ പരാജയം എന്നേക്കുമുള്ള പരാജയമല്ല. കുറഞ്ഞ വർഷങ്ങൾ കഴിയുമ്പോൾ അവർ അതിൽ നിന്ന് മറികടന്നുകൊണ്ട് വിജയിക്കും. പേർഷ്യക്കാരാകുന്ന മുശ്രിക്കുകൾക്കെതിരെ റോമക്കാരാകുന്ന അഹ്ലു കിതാബിന്റെ ആളുകൾ പിന്നീട് വിജയം വരിക്കുമെന്ന് അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ പ്രവചനം നടത്തിയിട്ടുണ്ട്. ആ പ്രവചനം നടത്തിയിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് ശേഷം 7 വർഷം കഴിഞ്ഞിട്ടാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് ഹിജ്റ പോകുന്നത്. ഈ ആയത്തിറങ്ങി 7 വർഷം കഴിഞ്ഞപ്പോൾ
അള്ളാന്റെ റസൂല് ഹിജറ പോകുന്ന സന്ദർഭത്തിൽ ശത്രുക്കൾ കളിയാക്കി, കണ്ടില്ലേ നിങ്ങൾ, എല്ലാം തിരിച്ചു പിടിക്കും, പരാജയപ്പെട്ടതൊക്കെ വീണ്ടെടുക്കുമെന്ന് വലിയ വീമ്പിളക്കി നിങ്ങളുടെ ഗ്രന്ഥത്തിലൂടെ. എന്നിട്ട് എന്തായി? സ്വന്തം നാട് വിട്ട് തന്നെ നിങ്ങൾ ഓടേണ്ടി വന്നില്ലേ എന്ന് ചോദിച്ചിട്ട് മുത്തുനബി തങ്ങളെയും അവിടുത്തെ അനുയായികളെയും ശത്രുക്കൾ പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ ശുദ്ധമായ ഖുർആനിന്റെ പ്രവചനം ഒരിക്കലും തെറ്റൂല. കൃത്യം 2-ാം വർഷം അഥവാ ഈ ആയത്തിറങ്ങിയ 9-ാമത്തെ വർഷത്തില് ബദർ യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധത്തിൽ വിശ്വാസികൾ ശത്രുക്കളെ അമ്പാടെ പരാജയപ്പെടുത്തി വിജയം നേടുന്നുണ്ട്. അതേ സന്ദർഭത്തിൽ തന്നെ റോമാ സാമ്രാജ്യം പേർഷ്യക്കെതിരെ വിജയം നേടിയതും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആൻ പറഞ്ഞ എല്ലാ ആശയങ്ങളും പ്രവചനങ്ങളും കൃത്യമായി പുലർന്നിട്ടുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ ആ സന്ദർഭത്തിൽ മുത്തുനബി തങ്ങൾ വല്ലാതെ വിഷമിച്ചുകൊണ്ട് നിൽക്കുന്ന സന്ദർഭമാണ്. വല്ലാതെ വിഷമിച്ചു നിൽക്കാൻ, സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോവേണ്ടി വരാൻ. അള്ളാന്റെ റസൂല് വിഷമിച്ചിരുന്നപ്പോൾ ആശ്വസിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ചില വചനങ്ങളുണ്ട്. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മആദ്. ഓ ഹബീബായ നബിയെ, ഈ വിശുദ്ധമായ ഖുർആൻ അങ്ങേക്കിറക്കി തന്ന അല്ലാഹുവാണ് പറയുന്നത്. ലറാദുക ഇലാ മആദ്, തീർച്ചയായിട്ടും അങ്ങയെ അങ്ങയുടെ ജന്മദേശമായ മക്കയിലേക്ക് മടക്കുക തന്നെ ചെയ്യും നബിയെ. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നു. മടക്കിയില്ലേ അല്ലാഹു തആല? മക്കം ഫതഹിലൂടെ പരിശുദ്ധമായൊരു റമളാനിന്റെ 20-ന്റെ അന്ന് ഹിജറ 8-ാം വർഷം മക്കം ഫതഹിലൂടെ ഒരു തുള്ളി രക്തം പോലും ചിന്താതെ മക്കയിലേക്ക് ഹബീബായ മുത്തുനബി തങ്ങളും അവിടുത്തെ അനുയായികളും കടന്നു വന്നത് ചരിത്രത്തിലൂടെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതൊക്കെ കൃത്യമായി പുലർന്നത്, പ്രവചിച്ചൊക്കെ കൃത്യമായി പുലർന്നത് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർത്തമാനകാല മുസ്ലിങ്ങൾക്ക് ഈ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്, പഠിക്കാനുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അല്ലാഹു നമ്മെ അറിയിച്ചതൊക്കെ സത്യമാണ്, അത് പുലരുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവും വേണ്ട എന്ന ഉറച്ച വിശ്വാസം നമുക്ക് വേണം. അത് കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു, ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും പോരായ്മകൾക്കിടയിലും നമ്മെ കുത്തി വേദനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ് എന്ന്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറ പോകേണ്ടി വരുന്ന സന്ദർഭത്തിൽ അവർ അള്ളാഹുവിന്റെ റസൂലിനെ കളിയാക്കിയിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. ഇങ്ങനെ എപ്പോഴും അവർ വിശുദ്ധ ഇസ്ലാമിന്റെ എതിർചേരിയിലാണ് നിൽക്കാറുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അവിടെയൊക്കെ ഒരു വിശ്വാസി ആർജിക്കേണ്ടത് ഖുർആൻ പറഞ്ഞ സിഫത്തുകളൊക്കെ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചു പറഞ്ഞൊരുപാട് സിഫത്തുകളുണ്ട്. ഞാനതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല, നമുക്ക് സമയം പരിമിതമാണ്. ഒരു മുഅ്മിനിനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ അവൻ എങ്ങനെയാകണമെന്ന് കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ വിശേഷണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വിശേഷണങ്ങൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മളിൽ ഉണ്ടാവുകയും അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ രംഗങ്ങളിലും വിശ്വാസികൾക്ക് അല്ലാഹു തആല വിജയം നൽകും, അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ദീൻ കൈവിടാതെ ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിനെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നിസ്സാരപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്ന പലതരത്തിലുള്ള ആളുകൾ പുതിയ കാലത്ത് രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും ഇതിങ്ങനെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് പൊതു സോഷ്യൽ മീഡിയ ഇടങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് നന്നായി ബോധ്യപ്പെടുന്ന കാര്യം തന്നെയാണ്. വ്യാപകമായ പ്രചരണങ്ങൾ വിശുദ്ധ ഇസ്ലാമിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ പറയാൻ, വിശ്വാസികളായ നമ്മുടെ മനസ്സിൽ ഖുർആനിനെ കുറിച്ചൊരു സംശയം ഉണ്ടാവാൻ പാടില്ല. ഹബീബായ മുത്തുനബി തങ്ങളെ കുറിച്ചൊരു സംശയം ഉണ്ടാവാൻ പാടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അവൻ പറഞ്ഞതിനും കാര്യമുണ്ടല്ലോ, ഇവര് പറഞ്ഞതിനും കാര്യമുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവരായി ഒരു വിശ്വാസി ഒരിക്കലും അധപ്പതിച്ചു പോവാൻ പാടില്ല. ഏറ്റവും കരുത്തുറ്റ ഈമാനിന്റെ ഉടമകളായി നമ്മൾ മാറേണ്ടതുണ്ട്. ഒരുപക്ഷെ നമുക്ക് അറിവില്ലാത്ത ധാരാളം കാര്യങ്ങൾ ഈ വിശുദ്ധ ഇസ്ലാമിലുണ്ട്, അത് നമ്മൾ ഉൾക്കൊള്ളണം. എന്തെങ്കിലും വിഷയത്തിൽ നമുക്ക് സംശയങ്ങൾ വന്നാൽ
അറിവുള്ളവരുമായി അത് പങ്കുവച്ച ആ സംശയം ദൂരീകരിക്കാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ആ സംശയം ഇങ്ങനെ മനസ്സിലിട്ട് നീട്ടി വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ആ ഹതഭാഗ്യരിൽ നമ്മൾ വിട്ടുപോകാൻ പാടില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ ഹിദായത്ത് നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്.